Hi friends, welcome to the video. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബയോളജിയുടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുവോളജി ഫസ്റ്റ് ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. അതിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ടാക്സോണമിക്കൽ എയ്ഡ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം. ടാക്സോണമിക്കൽ എയ്ഡ്സ് ആർ ദ ടൂൾസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ നെയിമിംഗ്, ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഒന്ന് നോക്കാം. ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്നത് ടൂൾസ് ആണ്. ഓക്കെ, എന്തിന്റെ ടൂൾസ് ആണ്? ദാറ്റ് ആർ യൂസ്ഡ് ഫോർ നെയിമിംഗ്, നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞില്ല, നമ്മൾ പേര് കൊടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഒരു ഓർഗാനിസത്തിന് പേര് കൊടുക്കാനായിട്ട്, അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തതാണ് ഹെർബേറിയം. ഫസ്റ്റ് വൺ ഈസ് ഹെർബേറിയം. രണ്ടാമത്തത് ബൊട്ടാണിക്കൽ ഗാർഡൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മ്യൂസിയം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സുവോളജിക്കൽ പാർക്ക്. സൂ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കാഴ്ച ബംഗ്ലാവ് എന്ന് പറയുന്ന സംഭവം. അതുപോലെ തന്നെ കീ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. നോക്കിയേ, ഏതൊക്കെയാണ്? ഹെർബേറിയം ഉണ്ട്, ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, മ്യൂസിയം ഉണ്ട്, സുവോളജിക്കൽ പാർക്ക് ഉണ്ട്, കീ ഉണ്ട്. അപ്പൊ എന്താണെന്നുള്ള ബ്രീഫായിട്ടൊന്ന് പറയാം. ഹെർബേറിയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് ദാറ്റ് ആർ ഡ്രൈഡ്. അതായത് ഒരു സ്റ്റോർ ഹൗസ് ആണ്, സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഹൗസ് ആണ്, ഒരു സ്ഥലം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. എന്താ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? പ്ലാന്റിന്റെ, കളക്ട് ചെയ്തിട്ടുള്ള പ്ലാന്റിന്റെ സ്പെസിമെൻസ് ആണ്. എങ്ങനെയുള്ളതാണ്? അത് ജീവനോടുള്ളതാണോ? ശരിക്കുള്ള പ്ലാന്റ് ആണോ? അല്ല, ശരിക്കുള്ള പ്ലാന്റ് ആണ്. അത് ഉണക്കിയെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സൂക്ഷിക്കുന്നത് ഹെർബേറിയത്തിൽ കേട്ടോ. അപ്പൊ ലിവിങ് പ്ലാന്റ് അല്ല, അതിനെ ഉണക്കിയെടുത്തിട്ടാണ് സൂക്ഷിക്കുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗാർഡൻ തന്നെയാണ്, നമ്മൾ പറയുന്ന പോലെ തന്നെ ഗാർഡൻ ആണ്. എന്താണ് അവിടെ ഉള്ളത്? ലിവിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. റെഫറൻസിന് ആവശ്യമായിട്ടുള്ള ലിവിങ് പ്ലാന്റ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ രണ്ട് നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഹെർബേറിയത്തിൽ നോൺ ലിവിങ് പ്ലാന്റ്സ് ആണ്. ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെന്നുണ്ടെങ്കിൽ ലിവിങ് പ്ലാന്റ് ആണ്. പിന്നെ മ്യൂസിയത്തിൽ നോക്കിയ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പെസിമെൻ. ഓക്കെ, അപ്പൊ കളക്ഷൻ ആണ്. എന്തിന്റെ കളക്ഷൻ ആണ്? പ്രിസർവ് ചെയ്തിട്ടുള്ള, സൂക്ഷിച്ചിട്ടുള്ള പ്ലാന്റ്സ്, അതുപോലെ തന്നെ ആനിമൽസിന്റെ ഒക്കെ സ്പെസിമെൻ ഒക്കെ സൂക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് മ്യൂസിയം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഡെഡ് ആണ് കേട്ടോ. ഡെഡ് ആയിട്ടുള്ള ആനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആണ്. ലിവിങ് ആണെങ്കിലോ, ലിവിങ് ആനിമൽസ് എവിടെ ഉണ്ടാവാം? സുവോളജിക്കൽ പാർക്ക് നമ്മൾ പറയുന്ന സൂ, കാഴ്ച ബംഗ്ലാവ് എന്ന് പറയുന്ന അവിടെയാണ്. നോക്കിയേ, വൈൽഡ് ആനിമൽസ് കെപ്റ്റ് ഇൻ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റ്. ഓക്കെ, വൈൽഡ് ആനിമൽസിനെ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ കീ ആണ്. കീ എന്ന് പറയുന്നത് റെഡിമെയ്ഡ് ഐഡന്റിഫിക്കേഷൻ കീ ആണ്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹെർബേറിയം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. അതിനെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നോക്കാം. ഇറ്റ് ഈസ് സ്റ്റോർ ഹൗസ്. സ്റ്റോർ ഹൗസ് ആണെന്ന് പറഞ്ഞല്ലോ. എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ്. അതായത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് സ്പെസിമെനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഡ്രൈ ചെയ്തിട്ട്, ഉണക്കിയിട്ട്, പ്രസ് ചെയ്തിട്ട്, ഡ്രൈ ചെയ്തിട്ട്, പ്രസ് ചെയ്തിട്ട്, പ്രിസർവ് ചെയ്യുക അല്ലെങ്കിൽ സൂക്ഷിക്കുക. എന്തിലാണ് സൂക്ഷിക്കുന്നത്? ഓൺ ഷീറ്റുകളിലായിട്ട് അല്ലെങ്കിൽ പേപ്പറിലൊക്കെ സൂക്ഷിക്കുന്നതാണ് നമ്മുടെ ഹെർബേറിയം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഇത്രയുള്ളൂ. നമ്മളൊരു ഒരു ചെടി അല്ലെങ്കിൽ ഒരു മുക്കുറ്റിയുടെ ഒക്കെ ചെടിയില്ലേ, അതൊക്കെ എടുത്ത് നമ്മൾ ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ക്യാരീസ് എ ലേബൽ. ഇതും എന്തുണ്ട്? ഒരു ലേബൽ ഉണ്ട്. നമ്മളല്ലേ സ്ലിപ്പ് ഉണ്ട്, നമ്മൾ നെയിം സ്ലിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ലേബൽ എന്ന് പറയുന്ന പോലെ തന്നെ എന്തോ എഴുതിയിട്ടുള്ള സംഭവമുണ്ട്. എന്തൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത്? അതിൽ ഉള്ള ഇൻഫർമേഷൻ ആണ് അബൌട്ട് ദി ഡേറ്റ് ആൻഡ് പ്ലേസ്. എവിടെ നിന്നാണ് ഈ ഒരു പ്ലാന്റ് കളക്ട് ചെയ്തിട്ടുള്ളത്, ഡേറ്റ് എന്ന് കളക്ട് ചെയ്തു, എവിടെ നിന്ന് കളക്ട് ചെയ്തു. ഓക്കെ, അതിന്റെ ഇംഗ്ലീഷ് നെയിം എന്താണ്, അതിന്റെ ആ ഒരു ലൊക്കാലിറ്റിയിൽ അറിയപ്പെടുന്ന ലോക്കൽ നെയിം, അതുപോലെ തന്നെ അതിന്റെ ബൊട്ടാണിക്കൽ നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം, അതുപോലെ തന്നെ അതിന്റെ ഫാമിലി, പിന്നെ ആരാണ് ഈ ഒരു സംഭവം കളക്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹെർബേറിയത്തിലുള്ള ആ ഒരു പ്രിസർവ് ചെയ്തിട്ടുള്ള ഹെർബേറിയം ഷീറ്റ്സ് എന്ന് പറയുന്ന സംഭവത്തിലുള്ളത്. എന്തൊക്കെയാണ്? ഇറ്റ് ക്യാരീസ് എ ലേബൽ. അതിൽ ലേബൽ ഉണ്ട്. അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉള്ളത്? ഡേറ്റ്, എന്ന് കളക്ട് ചെയ്തു, എവിടെ നിന്ന് കളക്ട് ചെയ്തു, അതിന്റെ അവിടെ ഇംഗ്ലീഷ് നെയിം എന്താണ്, അവിടുത്തെ ലോക്കൽ നെയിം എന്താണ്, അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ നെയിം അല്ലെങ്കിൽ നമ്മുടെ സയന്റിഫിക് നെയിം എന്ന് പറയാം. പിന്നെ അതിന്റെ ഫാമിലി ഏതാണ്, ഇനി ആരാണ് ഇത് കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹെർബേറിയത്തിലുള്ള ആ ഒരു ഹെർബേറിയം ഷീറ്റിൽ ഉണ്ടാവുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോക്കിയേ, അപ്പൊ എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുന്നത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നോക്കിയാൽ ഡ്രൈ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റിന്റെ സ്പെസിമെൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിന്റെ 2-3 ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ 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 അതുപോലെ തന്നെ അതിന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആര് കളക്ട് ചെയ്തു, എവിടെ നിന്ന് കളക്ട് ചെയ്തു, എപ്പോൾ കളക്ട് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലുണ്ടായിരിക്കും. വേറെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഇവിടെയും വേറൊരു പ്ലാന്റ് അത് ഡ്രൈ ചെയ്തിട്ട് സൂക്ഷിച്ചിട്ടുള്ളതാണ്. ഓക്കെ, താഴെയായിട്ട് നമുക്ക് അതിൻ്റെ ലേബിൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആര് കളക്ട് ചെയ്തു, എപ്പോൾ കളക്ട് ചെയ്തു, അതിൻ്റെ ഇംഗ്ലീഷ് നെയിം എന്താണ്, അതിൻ്റെ ലോക്കൽ നെയിമാണ്, എല്ലാ കാര്യങ്ങളും ഇവിടെ താഴെയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ബൊട്ടാണിക്കൽ എന്താ പറയുക, നമ്മൾ ഹെർബേറിയം ഷീറ്റ് അല്ല, ഹെർബേറിയം അല്ലെങ്കിൽ ഹെർബേറിയത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹെർബേറിയം ഷീറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇതാണ് ഹെർബേറിയം ഷീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അടുത്ത ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ബൊട്ടാണിക്കൽ ഗാർഡന്റെ പ്രത്യേകത നോക്കാം. ദ സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ്, ഗാർഡൻ ആണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, എന്ത് ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ടാവുന്നത്? ലിവിംഗ് പ്ലാന്റ്സ് ആണ് ഉണ്ടാവുന്നത്. സോ ഗാർഡൻ ആണ്. ഹാവിംഗ് കളക്ഷൻസ് ഓഫ് ലിവിംഗ് പ്ലാന്റ്സ്. ഇമ്പോർട്ടൻസ് നോക്കണേ, ഡിഫറൻസ് നോക്കണേ. ഹെർബേറിയത്തിൽ എന്താണ്, ലിവിംഗ് പ്ലാന്റ്സ് അല്ല. ഇവിടെ പക്ഷേ ലിവിംഗ് പ്ലാന്റ്സ് ആണ്. റെഫറൻസിന് വേണ്ടിയിട്ട് ലിവിംഗ് പ്ലാന്റ്സിനെ സൂക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ഗാർഡൻ ആയിട്ട് വെച്ചിട്ടുള്ള സംഭവത്തിന് എന്ന് പറയുന്നത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. The plant species are used for identification purposes. എന്താണ് പ്ലാന്റ് സ്പീഷീസ്? ഓരോ സസ്യ വിഭാഗങ്ങളെയും ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. നമുക്കറിയാൻ പറ്റും കുറേ ഗാർഡൻസ് ഉണ്ട്. നമുക്കറിയാം ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറയിൽ, അതുപോലെ തന്നെ നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ലക്നൌവിൽ, അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ അറ്റ് ക്യൂ, ഇംഗ്ലണ്ടിലുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഈച്ച് പ്ലാന്റ് ഈസ് ലേബിൾഡ് ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് ബൊട്ടാണിക്കൽ അല്ലെങ്കിൽ സയന്റിഫിക് നെയിം ആൻഡ് ഇറ്റ്സ് ഫാമിലി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുന്നത്? ഓരോ പ്ലാന്റിലും അതിന്റെ ബൊട്ടാണിക്കൽ അല്ലെങ്കിൽ സയന്റിഫിക് നെയിം കൊടുത്തിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിന്റെ ഫാമിലി വേണ്ടിയിട്ടുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ. ചിലപ്പോൾ അതിന്റെ ലോക്കൽ നെയിം ഒക്കെ എഴുതിയിട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബട്ട് നോർമലി ഇതാണ് അതിന്റെ സയന്റിഫിക് നെയിം, അതുപോലെ തന്നെ ഫാമിലി. ഇത്രയും കാര്യങ്ങളാണ് എഴുതിയിട്ടുണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ബൊട്ടാണിക്കൽ ഗാർഡന്റെ കണ്ടോ, ശരിക്കും ലിവിംഗ് പ്ലാന്റ്സ് തന്നെയാണ്, ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്ലാന്റിനെയും തിരിച്ചറിയാൻ പറ്റും, കാരണം അതിന്റെ സയന്റിഫിക് നെയിം അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മ്യൂസിയം. ഓക്കെ, അടുത്ത മ്യൂസിയം ആണ്. മ്യൂസിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. മ്യൂസിയത്തിലൊക്കെ നമ്മൾ ഒരുപാട് മ്യൂസിയങ്ങളിലൊക്കെ പോയിട്ടുള്ളതാണ്, വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എ മ്യൂസിയം? ദീസ് ഹാവ് കളക്ഷൻസ് ഓഫ് പ്രിസർവ്ഡ്, സൂക്ഷിച്ചിട്ടുള്ള പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പെസിമെൻ. പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും സ്പെസിമെൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റെഫറൻസിന് വേണ്ടിയിട്ടാണ്, പഠനത്തിന് വിധേയമാക്കാനൊക്കെ ആയിട്ടായിരിക്കാം. സ്പെസിമെൻസ് ക്യാൻ ബി പ്രിസർവ്ഡ് ഇൻ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ്. ഫോമാലിൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രിസർവേറ്റീവ് സൊല്യൂഷനിലൊക്കെ ആയിരിക്കും ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുന്നത്. സ്പെസിമെൻസ് ക്യാൻ ബി പ്രിസർവ്ഡ് ആസ് ഡ്രൈ സ്പെസിമെൻസ്. ചിലത് എന്തായിരിക്കും, ഡ്രൈ സ്പെസിമെൻ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും, ചിലത് ഉണങ്ങിയ രീതിയിലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടാവാം. ലാർജർ ആനിമൽസ്, ഇനി വലിയ മൃഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി എന്ത് ചെയ്യും, സ്റ്റഫ് ചെയ്തിട്ടാണ് പ്രിസർവ് ചെയ്യുന്നത്. സ്റ്റഫ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ പഞ്ഞിയൊക്കെ കുത്തിക്കഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റഫ് ചെയ്ത് വെക്കുന്നത്. കളക്ഷൻസ് ഓഫ് സ്കെലിറ്റൻസ്, അസ്ഥികൂടങ്ങൾ കാണാൻ പറ്റും എന്തിൻ്റെ, ആനിമൽസിൻ്റെ. അതും ഇവിടെ നമ്മുടെ എവിടെ കാണാൻ പറ്റുന്ന, മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, മ്യൂസിയത്തിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. കണ്ടോ, ഇതൊരു മ്യൂസിയമാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു വലിയൊരു ആനയുടെ ഒരു കൊമ്പും അതിൻ്റെ ഒരു അസ്ഥികൂടം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ മ്യൂസിയം. ഓക്കെ, ഇതും മ്യൂസിയത്തിൻ്റെ ഒരു വിഷ്വൽ തന്നെയാണ് കേട്ടോ. അസ്ഥികൂടം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഡൈനോസർ ലൈക്ക് തിങ്, എന്തോ ഒരു ഡൈനോസറിൻ്റെ ഒക്കെ പോലത്തെ ഒരു സംഭവമാണെന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഡൈനോസറിൻ്റെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഓക്കെ കുറേയൊക്കെ ഡ്രൈഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. ഇതൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് അതിൽ പഞ്ഞിയൊക്കെ കോട്ടണൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അനദർ എക്സാമ്പിൾ, വലിയ നമ്മൾ നേരത്തെ പറഞ്ഞു വലിയ മൃഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റഫ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. നോക്കി, ഇതിപ്പോൾ ശരിക്കും ഒരു മൃഗത്തിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും അത് എത്ര സൈസ് ഉണ്ടായിരിക്കും, ഏകദേശം അതെങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പാമ്പിൻ്റെ ഒക്കെ പൈത്തൻ്റെ ഒക്കെ പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നിനെയും അങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങൾ കളഞ്ഞിട്ട് അതിൽ സ്റ്റഫ് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റമാണത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും സൂക്ഷിച്ചുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് സുവോളജിക്കൽ പാർക്കാണ് കേട്ടോ. നമ്മൾ സൂ എന്ന് പറയുന്ന, കാഴ്ച ബംഗ്ലാവ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് പ്രത്യേകത നോക്കിയേ. These are places where wild animals are kept in protected environment. സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് മൃഗങ്ങളെയൊക്കെ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അണ്ടർ ഹ്യൂമൻ കെയർ, അവിടെ ആര് കെയർ ചെയ്യുന്നുണ്ടാവും, മനുഷ്യന്മാർ അവരെ കെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് വിച്ച് എനേബിൾ us to learn about their food habits and behavior.
അവരെന്തൊക്കെ കഴിക്കും, എന്തൊക്കെയാണ് അവരുടെ സ്വഭാവങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു സൂ സന്ദർശിച്ചു കഴിഞ്ഞാൽ, ഒരു കാഴ്ച ബംഗ്ലാവ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഒരു എക്സാമ്പിളൂടെ കൊടുത്തിട്ടുണ്ട്, പേരും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടൈഗറാണ്, ടൈഗറിൻ്റെ ഗോൾഡൻ ടാവി ടൈഗർ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ്, അതിന് പുറത്തേക്ക് അധികം കിടക്കാനും പറ്റില്ല. ഐ മീൻ നമ്മൾക്ക് അങ്ങോട്ട് ഉള്ളിലേക്കും പോകാനായിട്ടുള്ളൊരു ഫെസിലിറ്റി ഇല്ല. പക്ഷേ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് കണ്ടിട്ട് അതിൻ്റെ എന്തൊക്കെ കഴിക്കുന്നു, അതെങ്ങനെ നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, എങ്ങനെ ഗർജിക്കുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി പറയുന്നത് കീസ് ആണ്. കീ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അനലിറ്റിക്കൽ taxonomical aid used for identification of plants and animals based on similarities and dissimilarities. സിമിലാരിറ്റീസിൻ്റെയും ഡിസിമിലാരിറ്റീസിൻ്റെയും അടിസ്ഥാനത്തിൽ, അതായത് സാമ്യതയും അതുപോലെ തന്നെ സാമ്യമില്ലായ്മയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യും, കോൺട്രാസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് സഹായിക്കുന്ന ഒരു സംഭവമാണ് കീ എന്ന് പറയുന്നത്. ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കീ ഈസ് കോൾഡ് ലീഡ്. ഓരോ ഭാഗത്തിലും ലീഡ് എന്ന് പറയാം. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ കാണുന്ന സമയത്ത് സിമ്പിളായിട്ട് ഇത്രയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ജീവനെ കിട്ടിയെന്ന് വെച്ചോ. ശരിക്കും ഞാൻ നിങ്ങളോട് പറയാണ്, ഇതൊരു ബട്ടർഫ്ലൈ ആണ് എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ബട്ടർഫ്ലൈനെ കിട്ടി. അപ്പോൾ നമ്മൾ കീ ആക്ച്വലി ഈ സാധനം ഞാൻ വേറൊരു കുട്ടിക്ക് കൊടുത്തെന്ന് വെച്ചോ. അപ്പോൾ ആ കുട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ കീ വെച്ചിട്ടാണ് അത് ഏതാണ് ആ സംഭവം എന്നുള്ളത്, ഏതാണ് ഓർഗാനിസം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഇവിടെ 2 ലീഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. എനിക്കറിയാം പേര്, ബട്ടർഫ്ലൈ ആണ് ആക്ച്വലി ഞാൻ ആ കുട്ടിക്ക് കൊടുത്തത്. പക്ഷെ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, പേര് പറഞ്ഞിട്ടില്ല, എന്തോ ഒരു സാധനമാണ് ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് കീ ഉപയോഗിക്കാം. കീ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്ക് വിത്ത് വിങ്സ്, ഓക്കെ, വിത്തൗട്ട് വിങ്സ്, ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ, വിത്ത് വിങ്സും ആൻഡ് വിത്തൗട്ട് വിങ്സും. അപ്പോൾ ആ കുട്ടി നോക്കുന്ന സമയത്ത് അതിന് എന്തുണ്ട്, വിങ്സ് ഉണ്ട്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും, ഇത് ചൂസ് ചെയ്യും. അപ്പോൾ ഇവർ 2 ഭാഗങ്ങളുണ്ടല്ലോ, 2 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ, ഇതിന് ഓരോന്നിനെയും പറയുന്നതാണ് ലീഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓരോന്നിനും ലീഡാണ്. എത്ര ലീഡ് ഉണ്ട്? 2 ലീഡാണ്. അപ്പോൾ ഈ കുട്ടി ഇത് ചൂസ് ചെയ്തു, വിത്ത് വിങ്സ് ചൂസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ ഇതാണ്, വിത്ത് 6 legs, വിത്ത് 8 legs. 8 legs ഉണ്ടോന്ന് അറിയില്ല. ഓക്കെ, 6 legs or 8 legs. അപ്പോൾ ആ കുട്ടി 6 legs ചൂസ് ചെയ്തു. അങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ഡിറൈവ് ചെയ്തിട്ട് അവസാനം എത്തും എന്തിലേക്ക്, ഒരു കൺക്ലൂഷനിലെത്തും. ഇറ്റ് ഈസ് എ ബട്ടർഫ്ലൈ എന്നുള്ള കൺക്ലൂഷനിലെത്തും. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫീച്ചർ കോൺട്രാസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ സെപ്പറേറ്റ് ടാക്സോണമിക് കീസ് ആർ റിക്വയർഡ് ഫോർ ഈച്ച് ടാക്സോണമിക് കാറ്റഗറി സച്ച് ആസ് ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ് ഫോർ ഐഡന്റിഫിക്കേഷൻ പർപ്പസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള വേണ്ടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സോണമിക് കീസ് ആവശ്യമായിട്ട് വരും, ഓരോന്നിൻ്റെയും ഫാമിലിയും ജീനസും സ്പീഷീസും ഒക്കെ കണ്ടെത്തുന്നതിനായിട്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഒരു അതർ മീൻസ് ഓഫ് റെക്കോർഡിംഗ് ഡിസ്ക്രിപ്ഷൻസ് ആണ് പറയുന്നത്. വേറെ എങ്ങനെയൊക്കെ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് എന്നുള്ളതാണ് പറയുന്നത്. ഫ്ലോറ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്ററ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുന്നത് പ്ലാന്റ്സ് ആണ്. ഓഫ് ഗിവൺ ഏരിയ, ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഒരു പ്രത്യേക സമയത്തുള്ള പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനത്തിന് സഹായിക്കുന്ന സംഭവമാണ് ഫ്ലോറ എന്ന് പറയുന്നത്. മാനുവൽസ് എന്ന് പറയുന്നത് ദേ പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ എൻ ഏരിയ. ഓക്കെ, ഒരു സ്ഥലത്തെ സ്പീഷീസിനെ, ഒരു പ്രത്യേക വിഭാഗം ജീവിവർഗത്തെ കുറിച്ചിട്ട് പഠിക്കാനായിട്ടാണ് നമ്മൾ മാനുവൽസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോണോഗ്രാഫ് ഇതുപോലെ തന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ഓൺ എനി വൺ ടാക്സോൺ. ഏതെങ്കിലും ഒരു ടാക്സോണിനെ കുറിച്ച് മാത്രമുള്ള ഇൻഫർമേഷൻ ആണ് തരുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് മോണോഗ്രാഫ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനൊക്കെ സാധാരണഗതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ലൈക്ക് നീറ്റിനൊക്കെ സാധാരണഗതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മൾ ചെയ്യുന്നത് അടുത്ത ഒരു ക്ലാസ്സിലാണ്, അടുത്തൊരു വീഡിയോയിലാണ് ചെയ്യുന്നത്. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഈ ചാപ്റ്റർ ഫിനിഷ് ആയിട്ടാ. നമ്മളൊരു 4-5 വീഡിയോസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും ചെയ്യുന്നതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. So that's all for today, and if you like this video, please like, share and subscribe. Thank you so much for watching this video.